രാഗിൻ കഴിഞ്ഞ ദിവസം കണ്ട നെഞ്ചുലയ്ക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് സത്യനന്ദിക്കാടിനെ ഒരുപക്ഷെ ഇത്രത്തോളം തകർന്ന് ഈ വർഷം അത്രയും നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. മാധ്യമങ്ങളോട് അദ്ദേഹം ശ്രീനിവാസനുമായിട്ടുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോഴത്തേക്കും അദ്ദേഹം കരഞ്ഞുകൊണ്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ്. ശ്രീനിയുടെ പ്രിയപ്പെട്ട വിജയനും അശോക് കുമാറും ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഒത്തൊരുമിച്ചുള്ള നിമിഷങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ മാതൃഭൂമി കാഫെസ്റ്റിൽ അദ്ദേഹം സംസാരിച്ച ചില സീനുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും സത്യനന്ദിക്കാടുമായിട്ടൊക്കെ ഒരുമിച്ച് പറയുന്ന ഓരോ സംഭാഷണങ്ങൾ, അതിലെ നർമ്മം, അതിൽ തന്നെയുള്ള വിമർശനം, അവർ തമ്മിൽ ഇണങ്ങിയതും പിണങ്ങിയതും ഒക്കെ ശരിക്കും ഒരു സൗഹൃദം എന്നതിനപ്പുറത്തേക്കും ഒരു വലിയൊരു ചരിത്രം. എന്നെ ഞാനാക്കി മാറ്റിയത് ശ്രീനിവാസനാണ് എന്ന് സത്യനന്ദിക്കാട് ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വലിയ വ്യക്തിയാണ്. ഓരോരുത്തരുടെ ജീവിതത്തെയും സ്പർശിച്ചു പോയ ശ്രീനിവാസനാണ് വിടവാങ്ങിയത്. തീർച്ചയായും ഇന്നലെ ഈ പൊതുദർശന സമയത്ത് അതിവൈകാരികമായിട്ടുള്ള പല രംഗങ്ങളുമാണ് ഉണ്ടായത്. പലരും കണ്ണുനീറൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സത്യനന്ദിക്കാടിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ, ആ കെമിസ്ട്രി വളരെ വലുതായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം അടുപ്പം ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു. സഹപ്രവർത്തകർ എന്നതിലുപരി അടുത്ത കൂട്ടുകാരൻ, അടുത്ത സഹോദരൻ എന്ന നിലയിലായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് വ്യക്തവുമായിരുന്നു. എന്തായാലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പല ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായിട്ട്. എവിടെ നിന്നാണ് വന്നത്? പാട്ടിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണ്? അദ്ദേഹത്തെ ബന്ധുക്കളാണ്. റിലേറ്റീവ്? ഇല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. അദ്ദേഹത്തെ നല്ല ബന്ധമാണ്. എല്ലാ കുടുംബക്കാരുമായിട്ടുള്ള നല്ല ഇതാണ്, വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നമ്മളെ മാമനായിട്ട് വരും. എത്തിയതാ ഇന്ന് രാവിലെ എത്തി. ബന്ധുക്കളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പാട്യത്തിൽ നിന്നടക്കം എത്തിയിരിക്കുകയാണ്. ഞാൻ പാലക്കാട് കൊല്ലംകോട് വന്നു സാർ. കൊല്ലയാണ് അദ്ദേഹത്തെ. പിന്നെ അദ്ദേഹത്തിന് ഫാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വിനീത് ശ്രീനിവാസ് സാറ് എൻ്റെ നല്ലൊരു സുഹൃത്തും കൂടി ഇതാണ്. എൻ്റെ കാര്യങ്ങൾ പിന്നെ ഹൃദയം സിനിമ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. ഹോട്ടലിനെ പ്രശസ്തിയാക്കി തന്നു. അദ്ദേഹം വിനീതേട്ടൻ്റെ പേരിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരായിട്ടും നല്ലൊരു അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നല്ലോ ശ്രീനിവാസ്. ശരി, അതെ നല്ല എല്ലാവരോടും വളരെ നല്ല അടുപ്പം സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടാണ് വിനീതേട്ടന്, അദ്ദേഹത്തിൻ്റെ ഇതിനാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇതിൽ ഹോട്ടലിൻ്റെ പേര് നിലനിർത്താനും എന്നെ നല്ല രീതിയിൽ കൊണ്ടുവരാനും വിനീതേട്ടൻ നല്ല സഹായം. രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പാട്യത്തിൽ നിന്ന്, അദ്ദേഹം ജനിച്ച സ്ഥലമാണ് കൂത്തുപറമ്പിലെ പാട്യം. പാട്യത്തിൽ നിന്നുള്ളവരുണ്ട്, ബന്ധുക്കളുണ്ട്. അതോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എല്ലാവരോടും നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കോംബോയെക്കുറിച്ചാണ്. 54ഓളം തിരക്കഥ ആകെ എഴുതിയിട്ടുണ്ട്. അതിൽ സത്യനന്ദിക്കാടിൻ്റെ ഒപ്പവും പ്രിയദർശൻ്റെ ഒപ്പവുമാണ് ഏറ്റവും കൂടുതൽ യോജിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-32ഓളം സിനിമകളിൽ ആ നിലയ്ക്ക് തന്നെ തിരക്കഥാകൃത്തായി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളൊക്കെ തന്നെ കാലത്തെ അതിജീവിച്ച കാലിക പ്രസക്തിയുള്ള സിനിമകളായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേവലം നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല, ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഓരോന്നും ഓരോ സന്ദേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ പേര് പോലെ തന്നെ, സന്ദേശം എന്ന് പറയുന്ന സിനിമയുടെ പേര് പോലെ തന്നെ ഓരോ സന്ദേശമായിരുന്നു നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. അതൊക്കെ നമുക്ക് ഏറെ നാൾ ചർച്ച ചെയ്യപ്പെടാനും ഏറെ നാൾ മനനം ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സാധാരണക്കാരൻ്റെ വിഷയങ്ങളടക്കം സജീവമായി ചർച്ചയാക്കുകയും അത് ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ് നർമ്മത്തിൻ്റെ മെമ്പൊടിയോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം ചെയ്ത ഒരു കാര്യം. അതോടൊപ്പം തന്നെ നർമ്മത്തിനൊരു പുതിയ ഭാവം നൽകി അവതരിപ്പിച്ചു എന്ന കാര്യവും കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. പ്രിയദർശൻ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രിയദർശൻ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് എത്തിയപ്പോൾ ഷൂട്ട് തുടങ്ങുന്നില്ല. ഷൂട്ട് തുടങ്ങാതെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഷൂട്ട് തുടങ്ങാത്തത്? അപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യത്തിൻ്റെ കുറവുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ തിരക്കഥയാണെന്നാണ് പറയുന്നത്. താൻ തിരക്കഥ എഴുതിയാൽ തനിക്ക് ഇതിനകത്ത് അഭിനയിക്കാം. അദ്ദേഹം ശ്രീനിവാസനൊരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്നു. അതവിടെ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ തോതിൽ തന്നെ ആ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ തന്നെ വളർന്നു. സിനിമയുടെ തീർച്ചയായിട്ടും രാഗൻ, പ്രിയദർശനിലൂടെ അങ്ങനെ തിരക്കഥ എഴുതി തുടങ്ങുന്നത് ശ്രീനിവാസൻ അങ്ങനെയാണ്. ശരിക്കും
ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും അതെല്ലാം തന്നെ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോന്നും കേട്ടിട്ടുള്ളതല്ലേ. ശ്രീനിവാസൻ എല്ലാ സമയത്തും കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. സത്യനന്ദിക്കാടും ഒരുമിച്ച് പറയുമ്പോഴായാലും പ്രിയദർശനുമായിട്ട് പറയുമ്പോഴായാലും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചേർത്തിണക്കി പറയുമ്പോഴായാലും അവരുടെ സൗഹൃദം, അവരുടെ സിനിമാ ജീവിതം, യഥാർത്ഥ ജീവിതം, അത് എന്തിനെക്കുറിച്ച് പറഞ്ഞാലും കൃത്യമായ കാര്യങ്ങൾ അത് നർമ്മത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയുള്ള ശ്രീനിവാസനെയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ശ്രീനിവാസന്റെ ആ ചിരി നമ്മുടെ മനസ്സിലില്ലേ? ഇപ്പോൾ ഓരോ ഓൺലൈൻ ഇന്റർവ്യൂകളൊക്കെ ഈ അടുത്തിടയ്ക്ക് ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോഴും അതിലുൾപ്പെടെ ശ്രീനിവാസന്റെയൊക്കെ ഓരോ വീഡിയോ കാണിക്കുമ്പോഴും നമ്മൾ ഇത്രയും നാളും കണ്ട ശ്രീനിവാസനെ അല്ലായിരുന്നു അവിടെ ഓരോരുത്തരും കണ്ടത്. കാരണം പ്രായത്തിൻ്റെതായിട്ടുള്ള രോഗത്തിൻ്റെതായിട്ടുള്ള അവശതകളൊക്കെ ഉണ്ടായിരുന്നു ശ്രീനിവാസന്. പക്ഷേ ആ ചിരി മുഖത്ത് നിന്നും മായുന്നില്ല. ഇപ്പോഴും ചിരിയോടുകൂടി അല്ലാത്തൊരു ശ്രീനിവാസന്റെ മുഖം നമ്മളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്. പല കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, പല ഫോട്ടോകളൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു ചിരി ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നതാണ്.